വീട്ടിലില്ലേ 1-2 ദിവസത്തെ ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് ഞാനും കുട്ടികളും ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉമ്മിച്ചി അത്തച്ചിയും മറ്റുമ്മിച്ചിയും ആശുപത്രിക്ക് പോകുന്നതാണ്. അപ്പോൾ 2 ദിവസം നമ്മളെന്തായാലും അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാമായും അമ്മായും മൂവാറ്റുപുഴയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോയിട്ട് മങ്ങാട്ടവൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ആൻറ്റിയുടെ വീട്ടിലെത്തി. ഇവിടെ ചിന്നു കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നിധിയാണെങ്കിൽ ഇത് എവിടെയാണ് വന്നതെന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവൾ വിളിച്ചപ്പോഴേക്കും എൻ്റെ മേത്തേക്ക് ചാഞ്ഞിട്ടുണ്ട്. ഇത് ആൻറ്റി വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. പിന്നെ അവൾ ഓക്കെ ആയി. ഫുൾ ടൈം ഐഷുവിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ ആൻറ്റി നമുക്ക് നല്ല അടിപൊളി ചായയൊക്കെ വെച്ച് തന്നു. പിന്നെ പപ്സും പരിപ്പോടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ക്രിസ്മസ് വെക്കേഷന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ലോങ് വ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഞാൻ റിലേറ്റഡ് വീഡിയോയുടെ ഒരു ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം കേട്ടോ. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കട്ടെ. പുതിയ പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് 2025 വരവേൽക്കാം. ബാക്കി എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട്. അപ്പോൾ ബൈ.